ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 80-ാം ദശകം അതിൽ 7-ാമത്തെ ശ്ലോകമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ സത്യഭാമാദേവിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ അവരുടെ മധുവിധു കാലം ആഘോഷിക്കുകയാണ്. അത്യധികം ലജ്ജാവതിയായ സത്യഭാമാദേവിയെ രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹസ്തിനപുരിയിൽ നിന്നും ഒരു ദൂത് വരുന്നത്. അതിപ്രകാരമാണ് പാണ്ഡവരുടെ മാതാവായിട്ടുള്ള കുന്തിദേവിയും പാണ്ഡവന്മാരും അരക്കില്ലത്തിൽ വെന്ത് മരിച്ചു എന്നാണ് അറിയിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭഗവാന് നന്നായി അറിയാം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. എന്നിരുന്നാൽ കൂടിയും പൊതുജന മര്യാദ അനുസരിച്ച് ഹസ്തിനപുരിയിലേക്ക് പോകേണ്ടതും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും തൻ്റെ ചുമതലയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭഗവാനും ബലരാമനും കൂടി ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ്. ഹസ്തിനപുരിയിൽ ചെന്ന് ഭീഷ്മദേവൻ, ദ്രോണാചാര്യർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി മാതാവ് ഇവരെയെല്ലാം കണ്ട് നമസ്കരിച്ചു. അവരോടൊപ്പം ദുഃഖം പ്രകടിപ്പിച്ചു. അവരും പാണ്ഡവരുടെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഇപ്രകാരം സംഭവിക്കരുതായിരുന്നു, വളരെ വലിയ ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാം ഹസ്തിനപുര നിവാസികൾ കണ്ണനോടും പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അക്രൂരരും കൃതവർമാവും കൂടി ശതധന്വാവിനെ ചെന്നു കണ്ടു. ശതധന്വാവ് ആരാണ്? നേരത്തെ സത്യഭാമാദേവി വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞൊരു കുമാരനാണ്. സത്രാജിത്തോ? സത്രാജിത്ത് സത്യഭാമാദേവിയുടെ അച്ഛനാണ്. എന്നാൽ സത്രാജിത്ത് പണ്ട് ഭഗവാനെ ഒരുപാട് പഴി പറഞ്ഞു നടന്നതാണ്. ഭഗവാനാണ് സ്യമന്തകം മോഷ്ടിച്ചത്, സത്രാജിത്തിൻ്റെ അനുജനെ വധിച്ചത്, ഇതുപോലുള്ള പല കാര്യങ്ങളും പറഞ്ഞു നടന്ന വ്യക്തിയാണ് സത്രാജിത്ത്. അക്രൂരനാണെങ്കിൽ ഭഗവാന്റെ അത്യുത്തമനായിട്ടുള്ള ഭക്തനുമാണ്. അക്രൂരന് അന്നേ മനസ്സിൽ കയറി ഈ സത്രാജിത്ത് ആൾ ശരിയല്ല, ഇവനിങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഭഗവാനെയാണ് ഇവൻ പഴി പറയുന്നത്, ഇവനൊരു ശിക്ഷ കൊടുക്കണം എന്നുള്ളത് അക്രൂരുടെ മനസ്സിലുണ്ട്. ഇത് ഭഗവാനോട്ട് അറിയാനും പാടില്ല. അങ്ങനെ അക്രൂരരും കൃതവർമാവും കൂടി ശതധന്വാവിൻ്റെ അടുത്ത് ചെന്നു. കാരണം ശതധന്വാവ് ചെറുപ്പക്കാരനാണ്. ശതധന്വാവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടോ, തനിക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ ഈ സത്രാജിത്ത് സത്യഭാമാദേവിയെ? എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പോഴാണെങ്കിൽ നല്ല അവസര, കണ്ണനും ബലരാമനും അവിടെ ഇല്ല, നിനക്ക് വളരെ എളുപ്പത്തിൽ അയാളുടെ കഥ കഴിക്കാം. കഥ കഴിക്കാമെന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന സ്യമന്തകമണിയില്ലേ, ആരും കാണാതെ അതും എടുത്തിട്ട് പോരെ. ശതധന്വാവിനെ ഇവർ രണ്ടുപേരും കൂടി ചാടിൽ കയറ്റി സത്രാജിത്തിനെ വധിക്കുന്നതിനായി ഏർപ്പാട് ചെയ്യുകയാണ്. ശതധന്വാവ് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടു. കാരണം തനിക്ക് വിവാഹം കഴിച്ച് തരാമെന്ന് പറഞ്ഞതാണ് സത്യഭാമയെ, അത് ചെയ്തിട്ടില്ല. വളരെ നീചമായൊരു പ്രവൃത്തിയാണ് സത്രാജിത്ത് ചെയ്തത്. അയാൾ ഇനി വച്ചുകൊണ്ടിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, കഥ കഴിച്ചേക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് സത്രാജിത്തിൻ്റെ അടുത്തെത്തി. സത്രാജിത്ത് ഇത്തിരി പ്രായമുള്ള ആളല്ലേ. സത്രാജിത്തിനെ വളരെ നിഷ്പ്രയാസം ശതധന്വാവ് വധിക്കുകയും ചെയ്തു. കൂടെ സ്യമന്തകരത്നവും എടുത്തിട്ട് പോന്നു. ഇതുവരെയാണ് 7-ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്ലോകം നോക്കാം. വ്രീളാകുലാം, അത്യധികം ലജ്ജാകുലയായിട്ടുള്ള സത്യഭാമാദേവിയെ
രമയതി ത്വയി, അല്ലയോ ഭഗവാനെ, ത്വയി എന്ന് പറഞ്ഞാൽ അങ്ങ്, അല്ലയോ ഭഗവാനെ അങ്ങ് രമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയ ദാഹ കഥയ അഥ. കൗന്ദേയർ എന്ന് പറഞ്ഞാൽ കുന്തിപുത്രന്മാർ, കുന്തിപുത്രന്മാരുടെ അല്ലെങ്കിൽ പാണ്ഡവരുടെ ദാഹ കഥ. ദാഹ എന്ന് പറഞ്ഞാൽ ദഹനം. എങ്ങനെയാണ് നമ്മൾ ദഹിപ്പിക്കുക എന്ന് പറയില്ലേ, ദഹനം നടന്നതായി അറിഞ്ഞ്, കഥ എന്ന് പറയുന്നത് അറിഞ്ഞിട്ട്. അഥ ശേഷം, വേഗം തന്നെ, കുരൂൻ പ്രയാതേ, കുരൂൻ എന്ന് പറഞ്ഞാൽ കുരു രാജധാനി, കൗരവരുടെ രാജധാനിയായിട്ടുള്ള ഹസ്തിനപുരിയിലേക്ക് പ്രയാതേ പോയ സമയത്ത്. ഹി ഗാന്ധിനേയ, ഗാന്ധിനേയൻ അക്രൂരൻ, ഗാന്ധിനി പുത്രൻ, ഗാന്ധിനേയ കൃതവർമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൈന്യാധിപനാണ്. കൃതവർമ്മ ഗിര പറഞ്ഞു, നിപാത്യ തട്ടിക്കളഞ്ഞേക്കുക, വധിച്ചേക്കുക. ആരെ? സത്രാജിത്തിനെ അങ്ങ് തട്ടിക്കളഞ്ഞേരെ, ഒന്നും നീ നോക്കാനില്ല. കാരണം ഇപ്പോൾ അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. ശതധനു മണി ആജഹാര, ശതധനുവ് ഈ വാക്കുകൾ കേട്ടിട്ട്, അക്രൂരുടെയും കൃതവർമാവിൻ്റെയും വാക്കുകൾ കേട്ട് ശതധന്വ വധിച്ചു. ആരെ? സത്രാജിത്തിനെ വധിച്ചു. എന്നിട്ടോ മണിം ആജഹാര, ആ സ്യമന്തകരത്നത്തെ മോഷ്ടിച്ചു കൊണ്ട് പോരുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം നോക്കാം. വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര. വളരെ ചെറിയ ശ്ലോകമാണ്, പക്ഷെ ഒരുപാട് നിഗൂഢമായ അർത്ഥങ്ങളുള്ള ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. എവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ.